guys, welcome to Career Talks with Avodha. Avodha എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ജോലി കിട്ടിയിട്ട് പണം അടയ്ക്കുക എന്ന വലിയൊരു കൺസെപ്റ്റ് ആദ്യമായി കേരളത്തിൽ ലോഞ്ച് ചെയ്തത് ഞങ്ങൾ അവോധയാണ്. സോ വൈ ആ ഒരു ടാഗ് ലൈൻ ജോലി കിട്ടിയിട്ട് പണം അടയ്ക്കാം. അപ്പം അങ്ങനെ ജോലി കിട്ടിയ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. സോ അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി അവോധ കരിയർ ടോക്സ് വിത്ത് അവോധ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മുടെ കൂടെ ജോലി കിട്ടിയിട്ട് പണമടയ്ക്കാം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എത്രമാത്രം ജെനുവിനാണ് എന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെ അക്ഷയ് ഉണ്ട്. സോ അക്ഷയെ പറ്റി നമുക്കറിയാം, അക്ഷയ് ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയുണ്ടായിരുന്നു അവോധയായിട്ടുള്ള ജേർണി എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഹായ് അക്ഷയ്. ഹായ് അക്ഷയ്. അപ്പൊ ആദ്യം തന്നെ ആ ഗുഡ് ന്യൂസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് SBI ക്യാപ്പിലാണ് ഇപ്പോൾ ജോലി റെഡി ആയിരിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 2 എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. എനിക്ക് റെഡി ആയിരുന്നു. എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡ് എന്ന് പറയുന്ന വലിയൊരു ക്രൈസ് ആയിരുന്നു. ആ ടൈമിലാണ് ഞാൻ അവോധയെ പറ്റി അറിഞ്ഞത്. ഓൺലൈനായിരുന്നു അറിഞ്ഞത്. അതിനുശേഷം ഞാൻ ഒന്ന് ഫീഡ്ബാക്ക് നോക്കി, കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്ത്. അപ്പോൾ അവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, സുകന്യ എന്നായിരുന്നു നെയിം. അത് നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു ആൾറെഡി. കൂടാതെ തന്നെ എല്ലാ സ്റ്റേജിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു ജോലി കിട്ടുന്നിടം വരെ. അക്ഷയ് ഇപ്പൊ എവിടെയാണ് ഇപ്പൊ കറന്റ് ജോബിന് കയറണേന്ന് പറഞ്ഞേ, അതൊന്ന് പറയാമോ? ഞാനിപ്പോൾ കറന്റ് കയറാൻ പോകുന്ന SBI ക്യാപ്പിലായിരുന്നു. അപ്പൊ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ഫ്രം അവർ ഓൾ ഫാമിലി. കാരണം എനിക്കപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ആണോ പഠിച്ചേ? അതെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ആണ് പഠിച്ചത്. ഓക്കെ. അപ്പം ഈവൻ ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഇപ്പം ജോബ് പ്ലേസ്മെന്റ് ആയിരിക്കാണ്, റൈറ്റ്? ഇന്റേൺഷിപ്പ് എനിക്ക് ബറോഡ മ്യൂച്വൽ ഫണ്ട്സിലായിരുന്നു. അതുകൊണ്ടാവാം ഇവിടെ ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ബറോഡ മ്യൂച്വൽ ഫണ്ട്സിലായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അവോധ പറയുന്ന പോലെ തന്നെ 3 മാസം ഓൺലൈൻ ക്ലാസ്, 3 മാസം ഇന്റേൺഷിപ്പ്, അതിനുശേഷം ജോലി കിട്ടിയിട്ട് പണം അടയ്ക്കാം. അതിന് എക്സാക്ട് ഉദാഹരണമാണ് അക്ഷയ്. സ്റ്റോക്ക് മാർക്കറ്റ് ആണ് പഠിച്ചത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് അവോധയിലേക്ക് വന്ന ആ ജേർണി കുറച്ച് ബ്രീഫായിട്ട് പറഞ്ഞു, എന്നാൽ നമ്മുടെ ഓഡിയൻസിന് അറിയാൻ വേണ്ടിയിട്ട്, വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാമോ എങ്ങനെയാണ് അവോധ വന്നേ? അത് വളരെ സിമ്പിളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡ് ഭയങ്കര താല്പര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ഒത്തിരി ഫോളോ ചെയ്യുമായിരുന്നു. ആ ടൈമിലാണ് ഞാൻ അവോധയെക്കുറിച്ച് കേട്ടത്. ഇത് തുടക്കത്തിൽ തന്നെ ഒരു 5-6 മാസത്തിന് ശേഷം തന്നെ ഞാൻ ജോയിൻ ചെയ്തിരുന്നു അവോധയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ. അപ്പോഴാണ് പിന്നെ എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാനായിട്ട് ഞാൻ ഓൺലൈൻ തന്നെ കുറേ അതിൻ്റെ കമൻസ് ഒക്കെ റീഡ് ചെയ്തു. അപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് കരുതി ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ടോട്ടലി പറഞ്ഞിരുന്നു, ബിഗിനിങ് പറഞ്ഞിരുന്നു സുകന്യ എന്ന് പറഞ്ഞു. അക്കാഡമിക് കൺസൾട്ട് ആണ്. ഓക്കെ, ഫൈൻ. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ പോലുള്ള അക്കാഡമിക് കൺസൾട്ട്സിനെ ഓർക്കുന്നതിന് വി ആർ സോ താങ്ക്ഫുൾ. സോ സുഗന്യക്ക് എന്തായാലും ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. ദെൻ അപ്പം അവോധനെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്? എന്നെ അട്രാക്ട് ചെയ്ത് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. കാരണം നമുക്കിപ്പം താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ബറോഡ മ്യൂച്വൽ ഫണ്ട്സിന് ഇന്റേൺഷിപ്പിന് കയറുന്നതിന് മുൻപ് തന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, വേറൊരു ജോബ് പറഞ്ഞിരുന്നു. അതായത് വേറൊരു സെക്യൂരിറ്റീസിലായിരുന്നു, വെഞ്ചൂറ ക്യാപിറ്റൽസ് ആയിരുന്നു. ബട്ട് അതിനോട് എനിക്ക്, കാരണം നമുക്ക് അതിൻ്റെ ഒരു അപ്പോൾ നമുക്ക് അതിനോട് അത്ര താല്പര്യം ഇല്ലാതെ വന്നാൽ നമുക്കിപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് തരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ലെവല് തരുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചാൾ വെയിറ്റ് ചെയ്തപ്പോൾ ബറോഡ മ്യൂച്വൽ ഫണ്ട്സിൽ എനിക്ക് ഇന്റേൺഷിപ്പ് റെഡിയാക്കി. ഒപ്പം തന്നെ ജോലി ഞാൻ വെയിറ്റ് ചെയ്തു. നല്ല ജോലി എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കി. ആദ്യം വേറെ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെയൊന്നും നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് SBIയുടെ എനിക്ക് പറഞ്ഞിരുന്നത്. പിന്നെ നേരിട്ട് തന്നെ പറഞ്ഞു. കൂടാതെ ഞാൻ ബറോഡ മ്യൂച്വൽ ഫണ്ട്സിൽ ഇന്റേൺഷിപ്പും കൂടെ ചെയ്തുകൊണ്ട് അവർ ഡയറക്റ്റ് ആയിട്ട് എടുക്കുമായിരുന്നു. ഇന്റർവ്യൂ ജസ്റ്റ് കോൾ മാത്രമുള്ളായിരുന്നു. കോളിംഗ് ഇന്റർവ്യൂ ആയിരുന്നു. വേറെ ഓൺലൈൻ ഒന്നും അല്ലായിരുന്നു. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് അവർക്ക് താല്പര്യമായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ പ്രൂഫ് അയച്ചു കൊടുത്തു. ഐ തിങ്ക് ഇന്റേൺഷിപ്പ് ബാങ്ക് ഓഫ് ബറോഡയിൽ ചെയ്തത് കൊണ്ടും കൂടി അതൊരു വൺ ഓഫ് ദ എന്താ അവിടെ എക്സ്പീരിയൻസ് ഉള്ളത് കുറച്ച് ബെനിഫിറ്റ് ആയല്ലേ അക്ഷയ്ക്ക്? അതെ. ഡിഗ്രി ഉണ്ടായിരുന്നു. ഡിഗ്രിയുടെ ഒപ്പം തന്നെ ഡിഗ്രി മാത്രമായിരുന്നെങ്കിൽ അവർ കൺസിഡർ ചെയ്യില്ലായിരുന്നു.
അതോടൊപ്പം ബറോഡ മ്യൂച്വൽ ഫണ്ട്സിലെ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു വാല്യൂ തന്നു. യെസ് അതുകൊണ്ടാണ് മോനെ നമ്മള് 3 മാസം ക്ലാസ്സും കൂടെ ഒരു വർക്ക് എക്സ്പീരിയൻസോടെ ഒരു ഇന്റേൺഷിപ്പും തരുന്നത് അതുകൊണ്ടാണ്. കാരണം ഫ്രഷേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒരു ലാക്ക് ഓഫ് ഡയറക്ഷനും ലാക്ക് ഓഫ് എക്സ്പീരിയൻസും ആണ്. അത് മാക്സിമം എന്താ പറയാ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അവബോധം ശ്രമിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം അക്ഷയ് തന്നെ പറഞ്ഞു അല്ലെ, ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് SBയിൽ കിട്ടാൻ പറ്റിയത് അല്ലെ, റൈറ്റ്? അല്ലാത്ത പക്ഷം നമുക്കിപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് പി ജി കഴിഞ്ഞ് ഇരിക്കുകയാണ്. കൂടാതെ ഞാൻ NISM എക്സാമിന് പഠിച്ച PG ഞാൻ MG യൂണിവേഴ്സിറ്റി തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയായിരുന്നു. ഏതായിരുന്നു എക്സാം ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, SBIയിൽ ഇപ്പോൾ സാലറി പറഞ്ഞിരിക്കുന്ന ഒരു 15,000 റേഞ്ചാണ്, 50, 60, 70 ആ റേഞ്ചാണ്. കൂടാതെ PG സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താകുമ്പോൾ 20+ വരും എന്ന് പറയും. അതിന്റെ റിസൾട്ടും കൂടെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. റിസൾട്ട് ഒന്ന് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വളരെയധികം നന്ദിയാണ്. താങ്ക് യു സോ മച്ച്. അത് ഞങ്ങളുടെ എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം കുട്ടികളുടെ ജോബിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഐഡിയൽ ഉദാഹരണമാണ് നിങ്ങളിലൂടെ ഞങ്ങൾ കേൾക്കുമ്പോൾ. സോ വി ആർ സോ ഹാപ്പി, അവോധ ഫാമിലി സോ ഹാപ്പി. ദെൻ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അവോധയുടെ ക്ലാസിനെ പറ്റി പറയാനുള്ളത്? ഒറ്റ വാക്കിൽ പറയാനുള്ളത് ബേസിക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ കഴിവ് തന്നെ. അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും നമുക്ക് പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ എബിലിറ്റി അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, NISM ഞാൻ ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ SBIയിൽ നിന്നുകൊണ്ട് തന്നെ NISM എക്സാം കൂടെ പാസ് ഈ വരുന്ന 29th എനിക്ക് എക്സാം. അപ്പം അതും കൂടെ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹൈക്ക് ഉണ്ടാവും, പ്രൊമോഷൻ ഉണ്ടാവും. പ്രൊമോഷൻ നമുക്കിപ്പോൾ കോൺട്രാക്ട് ബേസ് ആണ്. കോൺട്രാക്ട് ബേസ് ആണ്. അപ്പോൾ 1 year ആണ്. അപ്പോൾ 1 yearന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേറൊരു ജോലിക്ക്, അതായത് SBIയിൽ തന്നെ പ്രൊമോഷൻ കിട്ടാം. അതായത് പ്രോബബിലിറ്റി കൂടുതലുണ്ട്. നമുക്ക് അതിനുള്ള ഒരു എലിജിബിലിറ്റി കാണിച്ചാൽ മതി. അപ്പം അവോധയിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. എന്നാ ജോയിൻ ചെയ്ത അവോധയില്? അവോധ 8 months ആയി. ഓക്കെ. അപ്പം പ്ലേസ്മെന്റ് സെല്ലിന്റെ കോർഡിനേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അഭിനവേ? സോറി അക്ഷയ്, എന്തായിരുന്നു? പ്ലേസ്മെന്റ് സെല്ലിന്റെ കോർഡിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതായിരുന്നു ഞാൻ പറഞ്ഞത്. നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മളിപ്പോൾ ഒരെണ്ണം അപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡിസപ്പോയിന്റഡ് ആവണ്ടെന്ന് പറഞ്ഞു. നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ലൈ ചെയ്താൽ മതി. കാരണം നമുക്ക് സമയമുണ്ട്, അത്യാവശ്യം സമയമുണ്ടായിരുന്നു. കാരണം നമുക്ക് PG റിസൾട്ടും കൂടെ വന്നിട്ടായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അപ്പോഴേക്കും നമുക്ക് SBI വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ഈ പ്ലേസ്മെന്റ് സെല്ലിൽ പറഞ്ഞാൽ ഞാനൊരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഞാൻ അവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിനെ പറ്റി ഞാൻ പറയുന്നതിനെക്കാട്ടും കാണുന്നവരൊക്കെ വിചാരിക്കും ഇത് ഞാൻ ചുമ്മാ ലൈക്ക് അങ്ങനെ പറയാന്ന്. പക്ഷെ അവിടുത്തെ ഒരു കുട്ടി, പ്ലേസ്ഡ് ആയ കുട്ടി പറയുമ്പോഴാണ് ആസ് എ കമ്പനി സൈഡിലും പ്ലേസ്മെന്റ് സെൽ ഒക്കെ ഗുഡ്, ഇനിയുള്ള കുട്ടികൾക്ക് അതൊരു ഹോപ്പ് ആവുന്നത്. അതാണ് ഞാൻ അക്ഷയോട് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, ഇപ്പൊ കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ആണല്ലോ നിങ്ങൾ തരുന്നത്, അപ്പം അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ അതിന് അക്ഷയ് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഡിഗ്രി തൊട്ടേ ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കുറേ പാർട്ട് ടൈം ജോബ്സിന് പോകും. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത് തന്നെയാണ് ഏറ്റവും ഗുണം. കാരണം നമുക്ക് ആവശ്യമുള്ള ടൈം കണ്ടെത്തി നമുക്ക് തന്നെ ഓൺലൈൻ ക്ലാസ്സസ്, അതായത് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ തന്നെ ഓപ്പൺ ചെയ്ത് പഠിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ പഠിക്കാം. അതിപ്പോൾ ടൈമിൽ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലല്ലോ. അതായത് ഇന്ന ടൈമിൽ കയറണം, ഇന്ന ടൈമിൽ ഇറങ്ങണം, അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ പാർട്ട് ടൈം ജോബൊക്കെ പോകുന്നതായിരുന്നു. പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ ഇടയ്ക്കായിരുന്നു. അപ്പം റെക്കോർഡ് ക്ലാസ്സസ് ഇനഫ് ആയിരുന്നു അല്ലേ? ഓക്കെ, ശരിയാണ്. അവബോധ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷേഴ്സിനും ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കും കരിയർ ബ്രേക്ക് വന്നവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു സേഫർ പ്ലേസ് ആണ് അവബോധ. അപ്പൊ അത് നിങ്ങളിലൂടെയൊക്കെ പറയും കേൾക്കുമ്പോൾ തന്നെ വി ആർ സോ പ്രൗഡ് ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ 2800 ആയിരുന്നല്ലോ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ അവബോധയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ലിബറൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ 2800 റുപ്പീസിന് ക്വാളിറ്റി എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അക്ഷയ്ക്ക്? 2800 റുപ്പീസിൽ പഠിക്കാൻ, നമുക്ക് ബേസ് പഠിക്കാനായിട്ട് അത് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അത് ബേസ് പഠിക്കാനായിട്ട് 2800 റുപ്പീസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ജോബ് പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കാരണം എബോവ് സാലറി ഒരു 50,000 വരും എന്തായാലും നമുക്ക്.
അതോടൊപ്പം തന്നെ 10,000 അടയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു. ജോബ് ആഫ്റ്റർ പ്ലേസ്മെന്റിന് ശേഷമാണല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഈ പഠിക്കാനുള്ള മെറ്റീരിയൽ ഒക്കെ ക്ലാസ്സിൽ തന്നെ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അബോധയുടെ കാര്യമല്ലേ ചോദിക്കുന്നത്? യെസ് യെസ്. അത് ക്ലാസ് അത് ഓൺലൈൻ തന്നെ, അപ്പോൾ തന്നെ റെക്കോർഡറായിരുന്നു, എല്ലാം റെക്കോർഡറാണ്. നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ അതിനുള്ള ആൻസർ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിരുന്നു, അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. കാരണം നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മാറാം. അതായത് ഇല്ല, നമ്മൾ ഓൺലൈൻ ക്ലാസ് മാൻഡേറ്ററി ആണ്, അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ അത് ഭയങ്കര സഹായകമായിരുന്നു. ഓക്കെ. ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഫാക്കൽറ്റിനെ ഡയറക്റ്റ് കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡ് ആയാലും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ് എക്സ്പീരിയൻസ്? ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പാർട്ട് ടൈം ജോബ് പോകുന്നത്. കാരണം എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെല്ലുന്നിടത്ത് നെറ്റ് കാണണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കിപ്പം 8% കൂടെ ഉള്ളൂ, 8%, സോറി 3% ഉള്ളൂ ഫോൺ. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മളിപ്പോൾ അവോധ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നിൽക്കുന്നിടത്ത് റേഞ്ച് ഉണ്ടോ എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു അറ്റൻഡ് ചെയ്യാറ്. ഞാൻ അത്ര ഡൗട്ട് വരുന്ന മാത്രമേ ഉള്ളൂ ഞാൻ റിക്വസ്റ്റ് തന്നിട്ട് ഞാൻ അല്ലാതെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പം ആദ്യമായിട്ട് ഇനി സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കാൻ പോകുന്ന കുട്ടി, സ്റ്റോക്ക് മാർക്കറ്റ് അല്ല അവോധയിലേക്ക് വരുന്ന ഒരു കുട്ടിയോട്, ഇപ്പൊ ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ അവോധയിലെ ഒരു സ്റ്റാഫ് അല്ലേ, സോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവോധയെ പൊക്കി പറയാലോ എന്നൊക്കെ പറയും. അപ്പം ഇപ്പൊ അവോധയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അക്ഷയ്. സോ അക്ഷയ്ക്ക് ഒരു ന്യൂ കമേഴ്സിനോട് എന്താണ് പറയാനുള്ളത്, ഒന്ന് പറയാം. ന്യൂ കമേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തായാലും പറഞ്ഞു, ഞാൻ ഒരു കോട്ടയംകാരനാണ്. ഞാൻ ഓൺലൈൻ ക്ലാസ് പഠിച്ച് ഞാൻ SBIയിൽ ഇപ്പോഴായ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്രത്തോളം ക്രേസ് ആവുന്ന ഒരു സബ്ജക്റ്റിനോട് അത് അവബോധയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി പഠിക്കാം. കാരണം അത് എക്സ്പെൻസീവ് അല്ല, ഒട്ടും എക്സ്പെൻസീവ് അല്ല. കാരണം നമ്മൾ ജസ്റ്റ് 2,800 സ്റ്റാർട്ടിങ് അടയ്ക്കുക, അതിനുശേഷം പ്ലേസ്മെൻ്റ് ആയതിനു ശേഷം മാത്രമാണ് ബാക്കി 10,000 അവർ ചോദിക്കുന്നത്. അത് നമുക്ക് വലിയൊരു ഹെൽപ്ഫുള്ളാണ്. കാരണം ഒരു ജോലി പ്ലേസ്മെൻ്റ് ആയതിനു ശേഷം നമ്മൾ ഫാമിലി ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒത്തിരി. നമ്മുടെ വഴി നമുക്ക് തന്നെ സ്വയം കണ്ടെത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഒരുപാട് എന്താ പറയാ, വർക്കഹോളിക് ആണ്, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയാണ് അക്ഷയ് എന്ന് ഇപ്പൊ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതിന്റെ ഒരു പാർട്ടാവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ, ഞങ്ങളെ ചൂസ് ചെയ്തതിന് അക്ഷയ് താങ്ക് യു സോ മച്ച്. ഒരുപാട് കുട്ടികൾ നമുക്ക് ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി നമ്മുടെ അവോധയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മനസ്സിൽ ഓൺലൈൻ ആണ്, വീട്ടിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ആണോ, മോൻ പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈൻ പഠിച്ചിട്ട് കിട്ടുന്നില്ല, പിന്നെയാണ് ഓൺലൈൻ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുള്ള കുട്ടികളുണ്ട്. സോ അവരുടെ മുൻപിൽ ഞങ്ങൾക്ക് അവോധയ്ക്ക് പ്രസന്റ് ചെയ്യാൻ അക്ഷയ് പോലുള്ള മിടുക്കന്മാരെ ഉള്ളൂ. സോ വി ആർ സോ ഹാപ്പി. അപ്പം എന്തെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ മോനെ അവോധയിലേക്ക് പറയാൻ വേണ്ടിയിട്ട്? സജഷൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്തതൊക്കെ, അപ്പം ഞങ്ങളെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഒരു ഫ്രണ്ട്ലി വർക്കാണ് എല്ലാവരും, ഏത് ബേസ് നോക്കിയാണ്. കാരണം ഇപ്പം നമ്മൾ പേയ്മെൻ്റ് ആണല്ലോ ഞാൻ ചോദിച്ചിരുന്നു, ഇതിന് ശേഷം എങ്ങനെ പേയ്മെൻറ്റ് സെഗ്മെൻറ്റ് എങ്ങനെയാണ്, പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഗൂഗിൾ പേ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മളൊരു ഓഫീസിൽ അല്ല ഒരു കോളേജോ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നിലയിൽ നമ്മൾ അവിടെ പോയി ഫോം ഫില്ല് ചെയ്ത് വളരെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതാ പഠിച്ച് ഒരു ഗൂഗിൾ പേ ചെയ്താൽ മതി, അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം. ഓൺലൈൻ ആകുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഒത്തിരി, ഗുണങ്ങളും ഉണ്ടാവാം. നമ്മളെല്ലാരും മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളാണല്ലോ, ഞങ്ങളും അവോധയിൽ ഈച്ച് ആൻഡ് എവരി. അതുകൊണ്ട് തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ്സിനെയാണ്. അതുകൊണ്ട് കൂടുതൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവരുടെ സ്വപ്നങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കാറുണ്ട്. സോ താങ്ക് യു സോ മച്ച്. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം SBയിലൊക്കെ സെക്കൻഡ് ഓഗസ്റ്റിന് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവും. ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ. ഉടനെ തന്നെ PGയിലൊക്കെ എക്സാം റിസൾട്ട് വന്നിട്ട് കൊടുത്ത് സാലറി ഹൈപ്പൊക്കെ കിട്ടട്ടെ. സോ ജോലി ചെയ്ത് പണം അടയ്ക്കാം എന്ന് പറയുന്നതിന്റെ എക്സാക്ട് ഉദാഹരണമാണ് അക്ഷയ്. സോ താങ്ക് യു സോ മച്ച് അക്ഷയ്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. താങ്ക് യു സോ മച്ച്. ഡിനോ
പോയോ? കട്ട് ചെയ്തോ? മനസ്സില്ല. അവൻ പോയി, ഞാനും പോയി.